വിവാഹത്തിന്റെ അന്നുപോലും എത്താതിരുന്ന വിഷ്ണുജിത്ത് എവിടെയെന്ന ചോദ്യത്തിനൊടുവിൽ ഉത്തരമായി. മലപ്പുറം പള്ളിപ്പുറത്തു നിന്നും വിവാഹത്തിന് മുൻപ് കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്തിനെ കണ്ടെത്തി. 6 ദിവസങ്ങൾക്ക് ശേഷം ഊട്ടിയിൽ നിന്നും കണ്ടെത്തിയ വിഷ്ണുജിത്തിനെ പോലീസ് മലപ്പുറത്തെത്തിച്ചു. സാമ്പത്തിക പ്രയാസം മൂലമുണ്ടായ സമ്മർദ്ദമാണ് നാടുവിടാൻ കാരണമെന്നാണ് വിഷ്ണുജിത്ത് പോലീസിന് നൽകിയ മൊഴി. ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ നിർണായക നീക്കമാണ് വിഷ്ണുജിത്തിനെ കണ്ടെത്താൻ സഹായിച്ചത്. ആറു ദിവസങ്ങൾ നീണ്ടുനിന്ന ആശങ്കയ്ക്ക് വിരാമം. ഒടുവിൽ വിഷ്ണുവിനെ സുരക്ഷിതനായി തന്നെ കേരള പോലീസ് കണ്ടെത്തി. ഈ മാസം 8-നായിരുന്നു വിഷ്ണുവിന്റെ വിവാഹം നിശ്ചയിച്ചിരുന്നത്. എന്നാൽ അതിന്റെ 4 ദിവസം മുമ്പാണ് വിഷ്ണുവിനെ കാണാതാകുന്നത്. ഇന്നലെ ഊട്ടിയിലെ കൂനൂരിൽ നിന്ന് ലഭിച്ച മൊബൈൽ ടവർ ലൊക്കേഷനാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. വിഷ്ണുവിന്റെ തിരോധാനത്തിന് പിന്നാലെ തന്നെ മലപ്പുറം ജില്ലാ പോലീസ് മേധാവി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചിരുന്നു. മലപ്പുറം ഡിവൈഎസ്പി പ്രേംജിത്തിന്റെ നേതൃത്വത്തിലുള്ള 10-അംഗ സംഘമാണ് അന്വേഷണം നടത്തിയത്. പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് ലഭിച്ച CCTV ദൃശ്യങ്ങൾ കേസിൽ നിർണായകമായി. പാലക്കാട് നിന്നും വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലേക്ക് കടന്നു വന്നത് പോലീസ് സ്ഥിരീകരിച്ചത് ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ്. പിന്നീട് മേട്ടുപ്പാളയത്തിലേക്കും ഊട്ടിയിലേക്കും നീങ്ങിയ വിഷ്ണുജിത്തിനെ പോലീസ് പിന്തുടർന്നാണ് കണ്ടെത്തിയത്. ഉച്ചയ്ക്ക് 1 മണിയോടെ ഊട്ടിയിൽ നിന്നും വിഷ്ണുജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതെ SP സാറ് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഏട്ടൻ്റെ അടുത്തായിരുന്നു സംസാരിച്ചത്. SP സാറ് പറഞ്ഞ് ഊട്ടിയിൽ നിന്ന് ആളെ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഇപ്പോൾ കേരള പോലീസിൻ്റെ കൈകളിലുണ്ട്, തിരിച്ചിങ്ങോട്ടേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അത് ഇവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ പറയാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. വിഷ്ണുജിത്തിനെ കണ്ടെത്തിയ വിവരം SP വിളിച്ചു പറഞ്ഞുവെന്നാണ് കുടുംബം പറയുന്നത്. വൈകുന്നേരം 7:30യോടെ വിഷ്ണുവിനെ മലപ്പുറം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. എന്നാൽ മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ വിഷ്ണു തയ്യാറായില്ല. വിഷ്ണുവിന്റെ തിരോധാനത്തിന് പിന്നിൽ സാമ്പത്തിക പ്രയാസങ്ങളാണെന്നാണ് വിഷ്ണു പോലീസിന് നൽകിയ മൊഴി. വിഷ്ണുവിന്റെ അമ്മയും ഇക്കാര്യം റിപ്പോർട്ടറിനോട് പങ്കുവച്ചു. അവൻ്റെ പൈസേൻ്റെ പ്രശ്നം തന്നെ ആയിരിക്കും. കല്യാണത്തിന് ചെലവിനുള്ള പൈസ അവന് വിചാരിച്ച പോലെ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ അതൊന്നും മനഃപൂർവ്വം മാറിയതോ അല്ലെങ്കിൽ എന്താ അറിയില്ല. അവൻ വന്ന് ചോദിച്ചാലേ അറിയുള്ളൂ. തമിഴ്നാട് പോലീസുമായി ചേർന്ന് സംയുക്തമായി കേരള പോലീസ് നടത്തിയ അന്വേഷണമാണ് ഒടുവിൽ വിഷ്ണുവിലേക്ക് എത്തിച്ചത്. റിപ്പോർട്ടർ, മലപ്പുറം.